أعوذ بالله من الشيطان الرجيم وإذا طلقتم النساء فبلغن أجلهن فأمسكوهن بمعروف أو سرحوهن بمعروف ولا تمسكوهن ضرارا لتعتدوا ومن يفعل ذلك فقد ظلم نفسه ولا تتخذوا آيات الله هزوا. 231 വചനം 3-ാമത്തെ ദിവസമാണ്. ഇതിൻ്റെ ആദ്യ ഭാഗങ്ങളാണ് നമ്മൾ കഴിഞ്ഞത്. وإذا طلقتم النساء فبلغن أجلهن فأمسكوهن بمعروف أو سرحوهن بمعروف. നിങ്ങൾ സ്ത്രീകളെ വിവാഹമോചനം ചെയ്തിട്ട് അവരുടെ അവധി പ്രാപിച്ചാൽ അല്ലെങ്കിൽ അവധിയോടടുത്താൽ ഒന്നുകിൽ നിങ്ങൾ അവരെ മര്യാദ അനുസരിച്ച് കൂടെ നിർത്തണം, അല്ലെങ്കിൽ ന്യായമനുസരിച്ച് പിരിച്ചയക്കണം. ഇതാണ് നമ്മൾ വിശദീകരിച്ചത്. ഇനി വലാ തുംസിക്കൂഹുന്ന ദിറാറൻ ലിതഅ്തദു. വലാ തുംസിക്കൂഹുന്ന, നിങ്ങളവരെ പിടിച്ചു നിർത്തരുത്. ദിറാറൻ, ദിറാറിന് വേണ്ടി, അന്യായമായി. ദിറാറൻ ലിതഅ്തദു, ദ്രോഹിക്കാൻ വേണ്ടി അന്യായമായി പിടിച്ചു നിർത്തരുത്. ഇത് ഇസ്ലാമിലെ വിവാഹ മോചന നിയമത്തിൻ്റെ അടിസ്ഥാനമാണ്. ഒരു വലിയ പാഠമുണ്ട്. വലാ തുംസിക്കൂഹുന്ന ദിറാറൻ ലിതഅ്തദു. ഇവിടെ ആദ്യം മനസ്സിലാക്കേണ്ടത് ആ തുംസിക്കൂഹുന്ന ദിറാറൻ എന്ന് പറഞ്ഞതാണ്. ദിറാറ് എന്ന് പറഞ്ഞാൽ ഉപദ്രവം, ഉപദ്രവിക്കുക, ആക്രമിക്കുക, മുട്ടിക്കുക എന്നൊക്കെയാണ് ഭാഷാപരമായി. പക്ഷെ എന്താണ് ദിറാർ സത്യത്തിൽ? പുരുഷന് ഈ കുടുംബജീവിതത്തിൽ, ദാമ്പത്യ ജീവിതത്തിൽ സ്ത്രീയെ ഇദ്റാർ ചെയ്യാൻ വേണ്ടി പിടിച്ചു വെക്കാൻ പാടില്ല. അവന് വേണമെങ്കിൽ ഈ 3-ാമത്തെ മെൻസസ് പൂർത്തിയാകുന്നതിന് മുമ്പ് അവളെ വീണ്ടും സ്വീകരിക്കാം. പക്ഷെ അവിടെ ദിറാർ ഉണ്ടാകാൻ പാടില്ല. ദിറാർ എന്ന് പറഞ്ഞാൽ ഒരു കാര്യം ചെയ്യുക, ആ കാര്യം പ്രത്യക്ഷത്തിൽ നന്മയാണെന്ന് തോന്നും, പക്ഷേ അതിൻ്റെ ഉള്ളിൽ തിന്മയുണ്ട്. ഈ ചെയ്യുന്ന ആൾ അത് ചെയ്യുമ്പോൾ 4 ആൾ കേട്ടാൽ അത് നല്ലതാണ് എന്ന് പറയും. ചെയ്യുന്ന ആൾക്കറിയാം അത് നല്ലതല്ല എന്ന്. അതിനാണ് ദിറാർ എന്ന് പറയുന്നത്. നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് മുനാഫിക്കുകൾ ഒരു പള്ളി ഉണ്ടാക്കിയല്ലോ. ആ പള്ളിയുടെ പേരെന്തായിരുന്നു? മസ്ജിദു ദിറാർ എന്നായിരുന്നു. എന്താ കാര്യം? പ്രത്യക്ഷത്തിൽ അത് നമസ്കാരത്തിന് വേണ്ടി നിർമ്മിക്കപ്പെട്ട പള്ളിയാണ്. എന്നാൽ ആന്തരികമായി അതിൻ്റെ ലക്ഷ്യം എന്തായിരുന്നു? അതിൻ്റെ ലക്ഷ്യം, മുനാഫിക്കുകൾ ഉദ്ദേശിച്ച ലക്ഷ്യം, കപടന്മാരുദ്ദേശിച്ച ലക്ഷ്യം മുസ്ലിങ്ങളെ ഭിന്നിപ്പിക്കലായിരുന്നു. ഇതാണ് മസ്ജിദു ദിറാർ എന്ന് പറഞ്ഞാൽ. ഇത് തന്നെയാണ് ഇവിടുത്തെയും ദിറാർ. ഇപ്രകാരമുള്ള ഒരു ദിറാറിന് വേണ്ടി, അഥവാ ഈ പുരുഷൻ പറയാണ്, ഞാൻ അവളെ തലാക്ക് ചെല്ലുന്നില്ല, ഞാൻ തിരിച്ചെടുക്കുകയാണ്, അവൾക്ക് എൻ്റെ വീട്ടിലേക്ക്, അവൾ എൻ്റെ വീട്ടിലാണ് ഉണ്ടാകേണ്ടത്, എൻ്റെ കൂടെ ജീവിക്കണം എന്നൊക്കെ പറയാം. പക്ഷേ അതിൻ്റെ ലക്ഷ്യം എന്തല്ല? ഉള്ളിലുള്ളത് എന്തല്ല? നന്മയല്ല. ഉള്ളിലുള്ളത് അവളെ അപമാനിക്കണം എന്നാണ്. ഈ ഒരു സ്വഭാവം പാടില്ല. സുബ്ഹാനല്ലാഹ്, ആ പദം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് നിങ്ങളോട്, അല്ലാഹു സുബ്ഹാനഹു തആല ഉപയോഗിക്കുന്ന പദം, ആ പദങ്ങൾ പോലും എന്താണ്? അത്യത്ഭുതകരമാണ് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത്തരത്തിലുള്ള
ഒരു പദമാണ് യഥാർത്ഥത്തിൽ ഇവിടെ ദിറാറ് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത്. അതെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് വൈവാഹിക ജീവിതത്തിൽ സ്ത്രീയും പുരുഷനും അത് ശ്രദ്ധിക്കണം. ഇപ്പോൾ പുരുഷൻ്റെ ഭാഗത്ത് മാത്രമല്ല ഇത്തരത്തിലുള്ള ദിറാറുകൾ ഉണ്ടാകുന്നത്, സ്ത്രീയുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നുണ്ട്. പുരുഷപീഡനം, സ്ത്രീ പീഡനത്തേക്കാൾ കടുപ്പത്തിൽ പുരുഷപീഡനം നടക്കുന്ന ഒരു കാലമാണിപ്പോൾ. അപ്പോൾ അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു സംഗതി ഉണ്ടാകരുത്. അപ്പോൾ സ്ത്രീയെ പീഡിപ്പിക്കാൻ വേണ്ടിയോ അല്ലെങ്കിൽ അവളിൽ നിന്ന് വല്ലതും കിട്ടണം എന്ന ആഗ്രഹത്തോടു കൂടി ഇദ്ദ കഴിഞ്ഞിട്ടും സ്വന്തം വീട്ടിലേക്ക് പറഞ്ഞേക്കാതെ തൻ്റെ വീട്ടിൽ തന്നെ തടഞ്ഞു വെക്കുക, അല്ലെങ്കിൽ ഈ ഉദ്ദേശത്തോടെ തലാഖ് റദ്ദാക്കി ബന്ധം പുനഃസ്ഥാപിക്കുക, എന്നിട്ട് മാന്യമായ നിലയിൽ കുടുംബജീവിതം അല്ലെങ്കിൽ ദാമ്പത്യ ജീവിതം തുടരാതിരിക്കുക, ഇതൊക്കെ നിറാറാണ്. മനസ്സിലായി? അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും, സ്ത്രീക്കും പുരുഷനും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രത്യക്ഷത്തിൽ നന്മയാണെന്ന് തോന്നുക, എന്നാൽ അതിന് ആന്തരികമായി ദ്രോഹകരമായ കാര്യങ്ങളുണ്ടെങ്കിൽ അത്തരത്തിലുള്ള സംഗതികൾ പാടില്ല. അത് നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. പ്രത്യേകിച്ച് പുരുഷന്മാർ അത് ശ്രദ്ധിക്കണം. ഇനി നോക്കൂ, ഇവിടെ പറഞ്ഞൊരു വാക്കുകൾ ശ്രദ്ധിച്ചല്ലോ. അറബി ഭാഷയുടെ ഒരു പുതുമ കൂടി ഇവിടെ മനസ്സിലാക്കണം. അത് വലാ തുംസിക്കൂഹുന്ന ദിറാറ ലി തഅ്തദു എന്ന്. ലി തഅ്തദു, നിങ്ങൾ ദിറാറിന് വേണ്ടി അവരെ പിടിച്ചു വെക്കരുത്. എന്നിട്ട് ലി തഅ്തദു, അങ്ങനെ നിങ്ങൾ ചെയ്യുന്നത് യഥാർത്ഥത്തിൽ ഇഅ്തിദാ ആണ്, അള്ളാഹു നിശ്ചയിച്ച പരിധിയെ ലംഘിക്കലാണ്. അതാണ് ലി തഅ്തദു. അള്ളാഹു നിശ്ചയിച്ച പരിധി എന്താ? അവരെ സ്വീകരിക്കുകയാണെങ്കിൽ മാന്യമായി സ്വീകരിക്കുക, പിരിച്ചുവിടുകയാണെങ്കിലോ മാന്യമായി പിരിച്ചുവിടുക. മനസ്സിലായില്ലേ? നോക്കൂ, അറബി ഭാഷയുടെ ഗ്രാമർ ഞാൻ പറഞ്ഞത് ശ്രദ്ധിക്കേണ്ടത് ലി തഅ്തദു എന്നാണ്. ലാമ് അറബി ഭാഷയിൽ 3 തരം ലാമുകൾ ഉപയോഗിക്കാറുണ്ട്. ലാമു തഅലീലുണ്ട്. ലാം ഉപയോഗിക്കും വേണ്ടി എന്നുള്ള അർത്ഥത്തിൽ തന്നെ കേട്ടൊക്കെ, തഅലീലിന് വേണ്ടി, ഒരു കാരണം പറയാൻ വേണ്ടി, ഇല്ലത്ത് പറയാൻ വേണ്ടി. മനസ്സിലായി? ഏതുപോലെ എന്ന് വെച്ചാൽ ലിയക്ഫുറു ബിമാ ആതൈനാഹും വലിയതമത്തഉ, അങ്ങനെ പറയാറുണ്ട്. അതുപോലെ ലാമ് സായിദയായിട്ട് വരും. അവിടെ ആ ലാമില്ലെങ്കിലും കാര്യം നടക്കും. അതാണ് യുരീദുല്ലാഹു ലിയുബയ്യിന ലക്കും, സൂറത്തുൻ നിസായിൽ കാണാം. അവിടെ അള്ളാഹു നിങ്ങൾക്ക് ഇത് ബയാൻ ചെയ്യാൻ വേണ്ടി ആണ് ഇത് ഉദ്ദേശിക്കുന്നത്. അവിടെ ആ ലാമ് ഇല്ലെങ്കിലും അത് സായിദയാണ്. ഈ യുരീദു അല്ലെങ്കിൽ ഇറാദത്തിന് ശേഷം വരുന്ന ലാമുകളൊക്കെ സായിദയായിരിക്കും. കാരണം എന്താ വെച്ചാൽ അറാദ എന്ന ഫിഅല് അറബി ഭാഷയുടെ നിയമം അനുസരിച്ച് യതഅദ്ദ ബിനഫ്സിഹി എന്ന. മനസ്സിലായില്ലേ? മൂന്നാമത്തേത് ആഖിബത്തിന് വേണ്ടി വരും. ആഖിബത്തിന് വേണ്ടി വരും. മനസ്സിലായില്ലേ? ഇവിടെ വന്നത് ആഖിബത്തിന് വേണ്ടിയല്ല, ലി തഅ്തദു, അതിൻ്റെ പരിണിതി പറയാൻ വേണ്ടി. ഖുർആനിൽ ഒരുപാട് സ്ഥലത്ത് അങ്ങനത്തെ ലാമുകളുണ്ട്. ഫൽതഖതഹു ആലു ഫിർഔന ലിയകൂന ലഹും അദുവൻ വഹസനൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഫൽതഖതഹു ആലു ഫിർഔൻ, എന്നിട്ട് ഫിർഔൻ്റെ ആളുകൾ അവനെ എടുത്തു. അവനെന്ന് പറഞ്ഞാൽ മൂസ അലൈഹിസ്സലാമിനെ ആ പുഴയിൽ നിന്ന് എടുത്തല്ലോ. ലിയകൂന ലഹും അദുവൻ വഹസന, അവൻ അവരുടെ ശത്രുവും ദുഃഖഹേതുവുമായിരിക്കാൻ വേണ്ടി എന്ന് പറയുന്നുണ്ട്. അവിടെ ലാമുൽ ആഖിബത്ത്. ഞാൻ അറബി ഭാഷയുടെ ഗ്രാമർ ശ്രദ്ധിക്കുന്നവർക്ക് വേണ്ടി മാത്രം പറഞ്ഞതാണ്, അല്ലാതെ നമ്മുടെ തദബ്ബറുമായി ഇതിന് ബന്ധമല്ല. പക്ഷേ എല്ലാ ലാമുകളും ഒന്നാണ് എന്ന് വിചാരിക്കരുത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം പറഞ്ഞതാണ്. എന്നിട്ട് അള്ളാഹു പറയുന്നത്, സുബ്ഹാനല്ലാഹ്,
എന്നിട്ട് അങ്ങനെ അള്ളാഹു പറയുന്നത്, ഇങ്ങനെ ഒരാൾ ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ ദിറാറിന് വേണ്ടി പിടിച്ചു വെക്കുകയാണെങ്കിൽ, വമൻ യഫ്അൽ ദാലിക, അപ്രകാരം വല്ലവനും പ്രവർത്തിച്ചാൽ ഫഖദ് ളലമ നഫ്സ, അവന് തന്നെയാണ് ദ്രോഹം വരുത്തി വെക്കുന്നത്. വമൻ യഫ്അൽ ദാലിക ജുംല ഷർത്തിയാണ്, എൻ്റെ ജവാബ് ഫഖദ് ളലമ നഫ്സ, അവന് തന്നെയാണ് ദ്രോഹം വരുത്തി വെക്കുന്നത് എന്നാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അവന് തന്നെയാണ് ദ്രോഹം വരുത്തി വെക്കുന്നത് എന്ന് പറഞ്ഞാൽ എന്താ? ശരിക്ക് പുരുഷന്മാർ ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗമാണിത്. ഒരുപാട് കുടുംബങ്ങൾ നീറുന്നുണ്ട്, ഒരുപാട് സഹോദരിമാർ നീറുന്നുണ്ട്. പുരുഷന്മാർ ഈ വാക്ക് മനസ്സിലാക്കാത്തതുകൊണ്ട്, വമൻ യഫ്അൽ ദാലിക ഫഖദ് ളലമ നഫ്സ. എന്താ സംഗതി എന്ന് വെച്ചാൽ, ഇത്തരത്തിലുള്ള ഒരു ഇഅ്തിദാ, ദിറാറ് എന്ന അതിക്രമം, ദിറാർ എന്താണെന്ന് ഇനി വിശദീകരിക്കണ്ടല്ലോ. ദിറാറ് എന്ന അതിക്രമം ഒരു പുരുഷൻ ചെയ്യുമ്പോൾ പലപ്പോഴും പുരുഷന്മാരുടെ ധാരണ അവർ ജയിച്ചു എന്നാ. കോടതിയിൽ കേസ് കൊടുക്കും. എന്നിട്ട് കേസിൽ വക്കീലന്മാരെ വെച്ച്, കള്ളസാക്ഷികളെ വെച്ച് പച്ചക്കള്ളം പറഞ്ഞ് പുരുഷൻ്റെ പക്ഷമായാലും സ്ത്രീയുടെ പക്ഷമായാലും അന്യായം ചെയ്ത് കേസിൽ ജയിക്കും. എന്നിട്ട് ഹായ് ആഘോഷിക്കും. ശരിക്കും ശ്രദ്ധിക്കണം. ഇവിടെ എന്താ സംഭവിക്കുന്നത് ഇങ്ങനെ ചെയ്യുമ്പോൾ? ഒന്നാമതായി വളരെ ഗൗരവത്തോടു കൂടി ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളെ തന്നെയാണ് ഇതിലൂടെ ആക്രമിക്കുന്നത്. നിങ്ങളെ തന്നെയാണ് ആക്രമിക്കുന്നത് എന്ന് പറഞ്ഞാൽ, ഒന്നാമത്തെ കാര്യം സഹോദരങ്ങളെ, ഈ സഹോദരി മദ്ലൂമയാണെങ്കിൽ, ആക്രമിക്കപ്പെട്ടവനാണെങ്കിൽ, ഇനി തിരിച്ചും ഈ സഹോദരൻ അഥവാ പുരുഷൻ ആക്രമിക്കപ്പെട്ടവനാണെങ്കിൽ സംഭവിക്കുന്നത്, അള്ളാഹു അവൻ്റെ പക്ഷത്ത് നിൽക്കും എന്നതാണ്. അള്ളാഹു മദ്ലൂമിൻ്റെ പക്ഷത്തായിരിക്കും, ആക്രമിക്കപ്പെട്ടവൻ്റെ പക്ഷത്തായിരിക്കും. ആക്രമിക്കപ്പെട്ടവൻ ആണായാലും പെണ്ണായാലും അവർ ദുആ ചെയ്താൽ അള്ളാഹു ആ ദുആ സ്വീകരിക്കും, മറയില്ലാതെ സ്വീകരിക്കും. അള്ളാഹുവിൻ്റെയും അവൻ്റെയും ഇടയിൽ അല്ലെങ്കിൽ അവളുടെയും ഇടയിൽ മറണ്ടാവില്ല. ശ്രദ്ധിക്കണം, അവൻ്റെയും അവളുടെയും ഒരു നെടുവീർപ്പ് മതിയാകും. അത് ശ്രദ്ധിക്കണം. ഒരു നെടുവീർപ്പ്, ഒരു നിശ്വാസം ദുആ ആയി മാറും. ഇപ്പം എന്താ സംഭവിച്ച്? അവനെ തന്നെ ആക്രമിച്ചു. രണ്ടാമത്തെ കാര്യം ശ്രദ്ധിക്കേണ്ടത്, അള്ളാഹുവിൻ്റെ തൃപ്തി അവൻ തടയപ്പെടും. ദിറാറ് ഉദ്ദേശിച്ച് ഇപ്രകാരം ഒരാൾ ചെയ്താൽ, അത് കേസ് കൊടുത്തായാലും അല്ലെങ്കിലും നാട്ടുമധ്യത്തിലൂടെ മധ്യസ്ഥതയിലൂടെ വഞ്ചിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവിടെയൊക്കെ സംഭവിക്കുന്നത് അള്ളാഹുവിൻ്റെ തൃപ്തി അവന് നഷ്ടപ്പെടും. ഇത് ഗൗരവമുള്ള കാര്യമാണ്. മൂന്നാമത്തെ വിഷയം ഓർക്കേണ്ടത് സഹോദരങ്ങളെ, ഇത്തരം കാര്യങ്ങളിൽ ഏർപ്പെടുമ്പോൾ നമ്മുടെയൊക്കെ ധാരണ, നമ്മുടെ മനസ്സിലിരിപ്പ് കണ്ടെത്താൻ ഒരുപക്ഷെ ഭൗതിക കോടതികളുടെ നിയമവ്യവസ്ഥകൾക്ക് സാധിച്ചു കൊള്ളണമെന്നില്ല. കോടതിയിൽ വക്കീലുമാർ തമ്മിൽ വാദം നടത്തി ജഡ്ജിയെ സംബന്ധിച്ചിടത്തോളം അവിടെ വിജയിക്കുന്ന വാദം ഏതാണോ അതിനനുസരിച്ചാണ് അദ്ദേഹത്തിൻ്റെ വിധി ഉണ്ടാവുക. അപ്പോൾ നിയമവ്യവസ്ഥകൾക്ക് ദ്രോഹം ചെയ്യാനുള്ള ആളുകളുടെ മനസ്സിലിരിപ്പ് കണ്ടെത്താൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല. അങ്ങനെ ഭൗതികമായി നിയമവിധേയമായി ചെയ്ത അനീതി, അക്രമം അങ്ങനെ ജയിച്ചു എന്ന് മോഹിക്കരുത്. എല്ലാവരുടെയും ഉള്ളറിയുന്ന ഒരുവൻ നമ്മുടെ മീതയുണ്ട് എന്ന് ഓർമ്മ വേണം. അവൻ്റെ കണ്ണിൽ പൊടിയിടാൻ ആർക്കും ആവില്ല. അതോർക്കണം.
അതാണ് പ്രധാനം. അത് ഗൗരവമുള്ളതാണ്. അതുകൊണ്ട് ഇങ്ങനെ പീഡിപ്പിക്കുന്നവർ, ഇങ്ങനെ അക്രമം ചെയ്യുന്നവർ, ഫഖദ് ളലമ നഫ്സഹ, അവൻ യഥാർത്ഥത്തിൽ അവനെ തന്നെയാണ് ആക്രമിക്കുന്നത്. ശരിക്കും മനസ്സിലാക്കണം. ഇവിടെ ഭൂമിയിൽ ഇഹലോകത്ത് ഇവന് ജനങ്ങളുടെ നിന്ദയുണ്ടാകും, അവൻ്റെ ഇണകളുടെ അല്ലെങ്കിൽ ഇണകളുടെ കുടുംബത്തിൻ്റെ ശത്രുതയുണ്ടാകും. അതിനേക്കാളുപരി ദിറാറാണ് ചെയ്തതെങ്കിൽ ആഖിറത്തിൽ അള്ളാഹുവിൻ്റെ നേരിട്ടുള്ള ശിക്ഷയുണ്ടാവും. അത് ചിലപ്പോൾ ഭൂമിയിൽ നിന്നും കിട്ടും. നമ്മളൊക്കെ അത് കാണാറുണ്ട്. അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാണ്.